Meet the editors. ഹലോ ഗുഡ് ഈവനിങ്. പ്രതിദിന വാർത്താ വിശകലന പരിപാടി മീറ്റ് ദി എഡിറ്റേഴ്സ് ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. റിപ്പോർട്ടർ ബിഗ് ഇംപാക്ട്. താനൂർ കസ്റ്റഡി കൊലപാതക കേസിലെ പ്രതികളായ 4 പോലീസ് ഉദ്യോഗസ്ഥർ അറസ്റ്റിലായിരിക്കുന്നു. ഇന്ന് പുലർച്ചെയാണ് പ്രതികളെ CBI സംഘം വീട്ടിലെത്തി അറസ്റ്റ് ചെയ്തത്. എറണാകുളം CBI കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. റിപ്പോർട്ടറിന് നന്ദി പറഞ്ഞായിരുന്നു കൊല്ലപ്പെട്ട താമർ ജെഫ്രിയുടെ സഹോദരന്റെ പ്രതികരണം. റിപ്പോർട്ടർ പുറത്തു കൊണ്ടുവന്ന നിർണായക തെളിവുകളാണ് കേസിൽ വഴിത്തിരിവായത്. താനൂർ കസ്റ്റഡി കൊലപാതക കേസിലെ ഏറ്റവും നിർണായക നീക്കമാണ് ഇന്ന് CBI സംഘം നടത്തിയത്. ഏറെ കോളിളക്കം സൃഷ്ടിച്ച കേസിലെ പ്രതികളെ അതീവ രഹസ്യമായി വീടുകളിലെത്തിയാണ് തിരുവനന്തപുരത്ത് നിന്നുള്ള CBI സംഘം അറസ്റ്റ് ചെയ്തത്. കേസിലെ 1-ാം പ്രതി താനൂർ പോലീസ് സ്റ്റേഷനിലെ സീനിയർ CPO ജിനേഷ്, 2-ാം പ്രതി പരപ്പനങ്ങാടി സ്റ്റേഷനിലെ CPO ആൽബിൻ അഗസ്റ്റിൻ, 3-ാം പ്രതി കൽപ്പകഞ്ചേരി സ്റ്റേഷനിലെ CPO അഭിമന്യു, 4-ാം പ്രതി തിരൂരങ്ങാടി സ്റ്റേഷനിലെ CPO ബിപിൻ എന്നിവരാണ് അറസ്റ്റിലായത്. പ്രതികളായ 4 പേരെയും എറണാകുളം CBI കോടതി റിമാൻഡ് ചെയ്തു. എറണാകുളം ജനറൽ ആശുപത്രിയിലെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം പ്രതികളെ കാക്കനാട് ജില്ലാ ജയിലിലേക്ക് മാറ്റി. പ്രതികളുടെ അറസ്റ്റിൽ സന്തോഷം പങ്കുവച്ച കൊല്ലപ്പെട്ട താമർ ജിഫ്രിയുടെ കുടുംബം റിപ്പോർട്ടർ TVക്ക് നന്ദി പറഞ്ഞാണ് അറസ്റ്റ് വാർത്തയോട് പ്രതികരിച്ചത്. ഈ 4 ഉദ്യോഗസ്ഥർക്കും പുറമെ മേലുദ്യോഗസ്ഥന്മാർ ആരൊക്കെയാണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത് നമ്മൾ അറിയാൻ കഴിഞ്ഞത്. പക്ഷെ അതെന്തായാലും ഈ അറസ്റ്റോട് കൂടിയിട്ട് അതിനൊരു അടുത്ത ഘട്ടത്തിലേക്ക് വരാൻ സാധ്യത ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അറസ്റ്റ് എന്നുള്ള സംഭവം ഇപ്പോൾ സംഭവിച്ചു കഴിഞ്ഞു. ഇനി അതുമായി തെളിവെടുപ്പും ബാക്കിയുള്ളതൊക്കെ ചെയ്യുമ്പോൾ ആ രീതിയിലേക്ക് എത്തണം എന്നാണ് നമ്മളൊരു ഉദ്ദേശം. മലപ്പുറം തിരൂരങ്ങാടി മമ്പറം സ്വദേശി താമർ ജിഫ്രി 2023 ഓഗസ്റ്റ് 1 പുലർച്ചെയാണ് പോലീസ് മർദ്ദനത്തെ തുടർന്ന് താനൂർ സ്റ്റേഷനിൽ വെച്ച് മരിക്കുന്നത്. ആദ്യം കേസ് അന്വേഷിച്ച ക്രൈംബ്രാഞ്ച് സംഘമാണ് കുറ്റക്കാരെന്ന് കണ്ടെത്തിയ 4 പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കൊലക്കുറ്റം ചുമത്തിയത്. പിന്നീട് കേസ് ഏറ്റെടുത്ത CBI സംഘം ഇന്ന് ആദ്യ അറസ്റ്റും രേഖപ്പെടുത്തി. അതിക്രൂര മർദ്ദനത്തിന് വിധേയമായി കൊല്ലപ്പെട്ട താമർ ജിഫ്രിയുടെ കേസ് അട്ടിമറിക്കാനുള്ള പോലീസ് ശ്രമങ്ങൾ യഥാർത്ഥത്തിൽ തകർന്നടിഞ്ഞത് റിപ്പോർട്ടർ TV പുറത്തു കൊണ്ടുവന്ന നിർണായക തെളിവുകൾക്ക് മുമ്പിലായിരുന്നു. ഒടുവിൽ 4 പ്രതികളെ CBI അറസ്റ്റ് ചെയ്യുമ്പോൾ തെളിയുന്നത് മാധ്യമ പ്രവർത്തനത്തിന്റെ ജാഗ്രതയ്ക്കൊപ്പം ഒരു കുടുംബത്തിന്റെ മുന്നിൽ നീതിയുടെ കിരണങ്ങളാണ്. റിപ്പോർട്ടർ അഷ്കർ അലി കരിമ്പ, റിപ്പോർട്ടർ, മലപ്പുറം. പുറം ലോകം അറിയാതെ പോകുമായിരുന്ന ഒരു വലിയ കസ്റ്റഡി കൊലപാതകത്തിന്റെ ചുരുളഴിച്ചത് ഞങ്ങളുടെ പ്രതിനിധികൾ നടത്തിയ നിർഭയമായ അന്വേഷണമായിരുന്നു. മുബഷിർ P. അക്ബറും ഒപ്പം അഷ്കർ അലി കരിമ്പയും TV പ്രസാദും ഈ അന്വേഷണത്തിന്റെ പല ഘട്ടങ്ങളിലും നിർണായകമായ വിവരങ്ങൾ പുറത്തു കൊണ്ടുവന്നു. അഷ്കർ അലി കരിമ്പയും TV പ്രസാദും മുബഷിറും നമുക്കൊപ്പം ചേരുന്നു. ആദ്യം അഷ്കർ അലി കരിമ്പയിലേക്ക്. അഷ്കർ അലി കരിമ്പ, ഈ നമ്മളുടെ റിപ്പോർട്ടറിന്റെ അന്വേഷണം നടന്നില്ലായിരുന്നെങ്കിൽ, നമ്മൾ പലതും പുറത്തു കൊണ്ടുവന്നില്ലായിരുന്നെങ്കിൽ ഇതൊരു സ്വാഭാവിക മരണമായി കുഴിച്ചു മൂടപ്പെടുമായിരുന്നു അല്ലേ? തീർച്ചയായും. കാരണം ആ ഒരു ചിത്രമാണ് പോലീസ് ആദ്യം നൽകിയത് എന്നുള്ളത് തന്നെ അതിൻ്റെ വ്യക്തമായ ഒരു തെളിവാണ്. കാരണം ഈ കൊലപാതകം നടന്ന് അതിനുശേഷം എല്ലാ മാധ്യമങ്ങൾക്കുമായി ഒരു ജില്ലാ പോലീസ് മേധാവി പ്രതികരണം നൽകുമ്പോൾ പോലും സ്റ്റേഷനിൽ നിന്നും ആശുപത്രിയിലേക്ക് കുഴഞ്ഞു വീണ് സ്റ്റേഷനിൽ നിന്നും ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ലഹരിയുടെ അമിത ഉപയോഗ മൂലമാണ് താമർ ജിഫ്രി മരിച്ചത് എന്ന് വരുത്തി തീർക്കാനുള്ള പ്രതികരണമായിരുന്നു അന്നത്തെ മലപ്പുറം SP സുജിത് ദാസ് നടത്തിയ ആദ്യ പ്രതികരണത്തിൽ തന്നെ വ്യക്തമാക്കിയത്. നമ്മൾ ആ ഒരു പ്രതികരണം കേട്ട് എല്ലാവരും പിൻവാങ്ങിയത് നമ്മളും പിൻവാങ്ങിയിരുന്നുവെങ്കിൽ സ്വാഭാവികമായും പല ഘട്ടങ്ങളിലും സംഭവിച്ചിട്ടുപോലെ, അല്ലെങ്കിൽ പല കേസുകളിലും കസ്റ്റഡി കേസുകളിലും സംഭവിച്ചതുപോലെ ഒരു പോലീസും പ്രതിപട്ടികയിൽ പോലും വരാതെ ഒരു ലഹരി ഉപയോഗിച്ചുള്ള അമതി ഉപയോഗം കൊണ്ടുള്ള മരണമായി താമർ ജിഫ്രിയുടെ മരണം എഴുതി തള്ളപ്പെടുമായിരുന്നു. അതിൽ നിന്നും നമ്മൾ മാറി ചിന്തിച്ചു എന്നത് കൊണ്ട് മാത്രം നമ്മൾ പിന്നീട് ആ കുടുംബം നമ്മളോട് പങ്കുവെച്ച ആകുലതകളും ആശങ്കകൾക്കും ഒപ്പം നമ്മൾ നിന്ന് നടത്തിയ അന്വേഷണം മാത്രമാണ് ഇതിൻ്റെ പിന്നിലെ പ്രതികളിലേക്ക് വരെ ഇന്നിപ്പോൾ CBI 4 പോലീസ് ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്യുന്നതിലേക്ക് വരെ എത്തിക്കാൻ കാരണമായത് എന്ന് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം ആദ്യം പോലീസ് ഇട്ട FIR, ഒരു കേസിൻ്റെ ആധികാരികത എന്ന് പറയുന്നത് പോലീസ് നൽകുന്ന FIR ആണ്. ആ FIRൽ പോലീസ് കാണിച്ച ക്രമക്കേടുകൾ മുതൽ പോലീസ് മറച്ചു വെക്കാൻ ശ്രമിച്ച അതിൻ്റെ യഥാർത്ഥ സംഭവങ്ങൾ, ഇതെല്ലാം തെളിവുകൾ സഹിതം നമ്മൾ പുറത്തേക്ക് കൊണ്ടുവന്നപ്പോൾ പോലീസ് പ്രതിക്കൂട്ടിലായി എന്നുള്ളതാണ് വസ്തുത. പിന്നീട് നമ്മൾ കൊണ്ടുവന്ന തെളിവുകളിൻ്റെ പിന്നാലെ പിന്നീട് വന്ന അന്വേഷണ സംഘങ്ങൾക്ക്, അത് ക്രൈംബ്രാഞ്ചിനാണെങ്കിലും CBIക്കാണെങ്കിലും, നമ്മൾ കൊണ്ടുവന്ന തെളിവുകളുടെ പിന്നാലെ പോകേണ്ടി വന്നു എന്നുള്ളത് കാഴ്ച നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. സ്വാഭാവികമായും അന്ന് നമ്മൾ നടത്തിയ ഇടപെടലില്ലായിരുന്നുവെങ്കിൽ താമർ ജിഫ്രിയുടെ മരണം ഒരുപക്ഷെ ഒരു ലഹരി ഉപയോഗിച്ച് മരിച്ച കേസായി എഴുതി തള്ളപ്പെടുമായിരുന്നു എന്നുള്ളത് തന്നെയാണ് വസ്തുത. ഓക്കെ.
ഈ കേസിൽ ഉന്നത തലങ്ങളിലേക്ക് അന്വേഷണം പോയാൽ തീർച്ചയായും SP സുജിത് ദാസ്, DYSP VV ബെന്നി, CI ജീവൻ ജോർജ്, ഈ 3 പേരുടെയും പങ്ക് പുറത്തു വരേണ്ടതുണ്ട്. ഇതിൽ DYSPയുടെ നേതൃത്വത്തിൽ നടന്ന ഗൂഢാലോചന, ഇതിൽ കൃഷ്ണലാലിനെ കുടുക്കാൻ നടത്തിയ ശ്രമങ്ങൾ, ഇതെല്ലാം TV പ്രസാദ് നേരിട്ട് കൃഷ്ണലാലുമായി സംസാരിച്ചപ്പോഴാണ് പുറം ലോകം അറിഞ്ഞത്. നമ്മൾ ഈ വാർത്ത ചെയ്തില്ലായിരുന്നെങ്കിൽ ഇന്ന് കൃഷ്ണലാൽ ഈ പ്രതിപ്പട്ടികയിൽ ഇടം പിടിച്ച് ഒരുപക്ഷെ ഈ കേസിലെ രക്തസാക്ഷിയായി മാറുമായിരുന്നു. പക്ഷേ കൃഷ്ണലാലിന് അങ്ങനെ പ്രതിപ്പട്ടികയിൽ ചേരാതിരിക്കാനും DYSP അടക്കമുള്ളവർ നടത്തിയ ഗൂഢാലോചനയും നമ്മൾ പുറത്തു കൊണ്ടുവന്നത് കൃഷ്ണലാലുമായി നടത്തിയ നിർണായകമായ അഭിമുഖത്തിലൂടെയല്ലേ TV പ്രസാദ്? ഉറപ്പായിട്ടും അരുൺ, ഒരുപക്ഷെ ഇപ്പോൾ അരുൺ പറഞ്ഞതുപോലെ അന്ന് കൃഷ്ണലാൽ നമ്മളോട് അവിടെ എന്താണ് ഉണ്ടായത് എന്ന വെളിപ്പെടുത്തൽ നമ്മളിലൂടെ നടത്തിയില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇന്ന് ഈ 4 പോലീസ് ഉദ്യോഗസ്ഥരെ പിടികൂടി ജയിലിലടച്ച കൂട്ടത്തിൽ കൃഷ്ണലാലും ഉണ്ടാവുമായിരുന്നു എന്ന കാര്യം വ്യക്തമാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ഈ കുറ്റങ്ങളെല്ലാം താനൂർ SIയുടെ ചുമലിൽ ചാരാനുള്ള വലിയ ശ്രമം തുടക്കം മുതൽ ഉണ്ടായി എന്നതാണ്. യഥാർത്ഥത്തിൽ ഡാൻസ് ഓഫ് ടീമിനെ നിയന്ത്രിക്കുന്ന മലപ്പുറം SP സുജിത് ദാസ് പിന്നീട് അങ്ങ് ചേളാരിയിൽ നിന്ന് പിടികൂടി തേഞ്ഞിപ്പലം പോലീസ് സ്റ്റേഷൻ അടക്കം 3 പോലീസ് സ്റ്റേഷനുകൾ കടന്ന് താനൂർ DYSPയുടെ അധികാര പരിധിയിലേക്ക് ഈ 12 പേരെയും കൊണ്ടുവരുന്ന ഒരു ചിത്രം. അങ്ങനെ താനൂർ DYSPയുടെ നേതൃത്വത്തിൽ നടന്ന ഒരു MDMA വേട്ട, അത് അവരുടെ നേതൃത്വത്തിൽ നടന്ന ക്രൂരമായ മർദ്ദനം, സ്വാഭാവികമായും ഇതിൽ കൃഷ്ണലാൽ ചെയ്തതിനേക്കാളും കുറ്റം എന്തുതന്നെയായാലും DYSP ബെന്നി ചെയ്തിട്ടുണ്ട് എന്ന കാര്യം ഉറപ്പാണ്. അതിൽ കൃഷ്ണലാലിനെ സസ്പെൻഡ് ചെയ്യാൻ വേണ്ടിയുള്ള കാരണത്തിൽ പറഞ്ഞത് പ്രൊസീജിയർ ലാപ്സ് എന്നാണ്. അതായത് മഹസർ തയ്യാറാക്കുന്നതിൽ വീഴ്ച വരുത്തി. അങ്ങനെയെങ്കിൽ DYSP ബെന്നിയുടെ വീഴ്ച പരിശോധിച്ചാൽ അതിലും ഗുരുതരമായ ഒന്നുണ്ട് അരുൺ. കാരണം താമിർ ജഫ്രി മരിച്ചതിന് ശേഷം രാവിലെ 7 മണിക്ക് ശേഷമാണ് FIR തയ്യാറാക്കുന്നത്. അതായത് മരിച്ച ആളുടെ FIR മരിച്ചതിന് ശേഷം തയ്യാറാക്കി എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയെങ്കിൽ കൃഷ്ണലാലിനെക്കാളും വലിയ തെറ്റ് DYSP ബെന്നി ചെയ്തു. തീർന്നില്ല. ഇത്രയും പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനായ ബെന്നി SI കൃഷ്ണലാലിന് കൊടുക്കുന്ന നിർദ്ദേശം നമ്മൾ കണ്ടതാണ്. നമ്മളാണത് പുറത്തുവിട്ടത്. എന്താണ് പറഞ്ഞത്? നേരിട്ട് പോയി ക്രൈംബ്രാഞ്ചിന് മൊഴി കൊടുക്കരുത്. അഡ്വക്കേറ്റ് മഞ്ചേരി ശ്രീധരൻ നായരെ കാണണം. തീർന്നില്ല. ഡാൻസ് ഓഫ് അംഗങ്ങളെ കണ്ട് മൊഴി ഒന്ന് ഷെയ്പ്പ് ചെയ്തിട്ട് വേണം ഈ പറയുന്ന ക്രൈംബ്രാഞ്ചിന് മൊഴി നൽകാൻ. എന്താണ് അതിൻ്റെ അർത്ഥം? ഒരുപാട് കാര്യങ്ങൾ ഒളിപ്പിച്ചു വയ്ക്കാനുണ്ട് DYSP ബെന്നിക്ക് എന്നത് തന്നെയാണ്. തീർച്ചയായും ഈ കേസിലെ ഒരു ഗൂഢാലോചന നടത്തിയതിൽ പ്രധാനി DYSP ബെന്നിയാണ് എന്ന കാര്യം ഉറപ്പാണ്. അങ്ങനെ അല്ലായിരുന്നുവെങ്കിൽ എന്തിനാണ് കൃഷ്ണലാലിനോട് മൊഴി ഷേപ്പ് ചെയ്യാനും വക്കീലിനെ കാണാനും വേണ്ടി VV ബെന്നി പറയുന്നത് എന്ന ചോദ്യം വളരെ പ്രധാനമാണ്. യഥാർത്ഥത്തിൽ ഈ കേസിൽ മുബഷീർ, ഈ സംഭവ സ്ഥലത്ത് ആദ്യം എത്തുന്നത് മുബഷീർ ആയിരുന്നു. ഈ ഡെഡ് ബോഡി ആദ്യം കാണുന്നതും മുബഷീർ P. അക്ബറാണ്. അന്ന് അവിടെയുള്ള പ്രതിഷേധം റിപ്പോർട്ട് ചെയ്യുന്നതിനിടയിലാണ് SP സുജിത് ദാസ് തുടർച്ചയായി മുബഷീറിനെ തന്നെ വിളിക്കുകയും ഈ ഡാൻസ് എഫിലെ അംഗങ്ങൾ ഫ്രെയിം ചെയ്തിരിക്കുന്ന തിരക്കഥ അതേപോലെ നമ്മളെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നത്. അതായത് SP സുജിത് ദാസും VV ബെന്നിയും CI ജീവൻ ജോർജും അടക്കമുള്ള സംഘത്തിന് ആ കഥ അതേപോലെ പറഞ്ഞ കള്ളക്കഥ നമ്മളെ വിശ്വസിപ്പിക്കാൻ ഒരു അമിതോത്സാഹം കാട്ടി എന്നത് വ്യക്തമായിരുന്നില്ലേ? അവിടെ തന്നെ നമുക്ക് സംശയങ്ങൾ ജനിക്കുകയായിരുന്നില്ലേ മുബഷീർ? തീർച്ചയായും അരുൺകുമാർ, ആ തരത്തിൽ കേവലം ഒരു ലഹരി കേസായി ഒതുങ്ങിപ്പോയി മാധ്യമങ്ങളൊന്നും തന്നെ ഇതിന് തൊട്ട് പിന്നാലെ പോകുകയും ഈ ഒരു വിവരങ്ങളൊന്നും തന്നെ കണ്ടെത്തില്ല എന്നൊരു ആത്മവിശ്വാസം സുജിത് ദാസിന് കൃത്യമായിട്ടുണ്ടായിരുന്നു. സുജിത് ദാസിന്റെ ബുദ്ധിയിലൂടെ ഉദിച്ച പ്ലാനിങ് തന്നെയായിരുന്നു അവരൊക്കെ തന്നെ ഒരുക്കിയിരുന്നത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഈ ഒരു സംഭവം അറിഞ്ഞ് അവിടെ എത്തിയ സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പോലീസ് വാഹനത്തിൽ 2 പോലീസ് ഉദ്യോഗസ്ഥർ മാത്രമാണുള്ളത്. താമിർ ജഫ്രിയുടെ ഒരു മൃതദേഹം കാണിക്കാൻ ആശുപത്രി അധികൃതർ തയ്യാറാവുന്നില്ല. ആശുപത്രി അധികൃതർക്ക് വളരെ കൃത്യമായ ഒരു നിർദ്ദേശം പോലീസിന്റെ ഭാഗത്തും ഉണ്ടായിട്ടുണ്ട്. ഈ മരിച്ച താമിർ ജഫ്രിയുടെ ബന്ധുക്കളെയോ അയൽവാസികളെയോ ഒന്നും തന്നെ ഈ പോലീസ് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടില്ല. ചേതനയേറ്റ് കിടക്കുന്ന 26 വയസ്സുള്ള ഒരു യുവാവിന്റെ മൃതദേഹം ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി ഇത് അറിഞ്ഞ ഇവിടെ എത്തിയ പൊതുപ്രവർത്തകരെ പോലും അത് കാണിക്കുന്നതിന് വേണ്ടി പോലീസ് ഉദ്യോഗസ്ഥർ തയ്യാറാവുന്നില്ല. വാർത്ത പ്രസിദ്ധീകരിക്കുന്നതിന് വേണ്ടി അവിടെ നമ്മളെത്തി കാര്യങ്ങൾ അന്വേഷിക്കുന്ന സമയത്ത് കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. ഇതിനിടയിൽ ഇതിന്റെ ഔദ്യോഗിക വിവരം ലഭിക്കുന്നതിന് വേണ്ടിയാണ് SP സുജിത് ദാസിനെ ബന്ധപ്പെടുന്നത്. അദ്ദേഹം വളരെ കൃത്യമായി വിശ്വസിപ്പിക്കുന്ന രീതിയിലായിരുന്നു കാര്യങ്ങൾ പറഞ്ഞിരുന്നത്. അതായത്
ഇത് ലഹരി പദാർത്ഥം പിടികൂടിയതുമായി ബന്ധപ്പെട്ട ഒരു കേസാണ്. താനൂർ ദേവധാർ പാലത്തിന്റെ താഴെ നിന്നാണ് താമർ ജിഫ്രി അടങ്ങുന്ന 5 യുവാക്കളെ പുലർച്ചെ പിടികൂടിയത്. പോലീസ് സ്റ്റേഷനിൽ വിശ്രമിക്കുന്നതിനിടയിലാണ് കുഴഞ്ഞു വീണ് അദ്ദേഹം അബോധാവസ്ഥയിലാകുന്നത്. ആശുപത്രിയിൽ എത്തിക്കുന്നതിനിടയിൽ മരണം സംഭവിച്ചെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതായത് കേവലം ഒരു ലഹരി കേസായ ലഹരി പദാർത്ഥം ഉപയോഗിച്ചിരുന്ന, ഇതിനു മുൻപും അത്തരത്തിൽ കേസുകളുള്ള ഒരു പശ്ചാത്തലമുള്ള ഒരു യുവാവ് ലഹരി പദാർത്ഥം അമിതമായി ഉപയോഗിച്ചതുകൊണ്ട് സംഭവിച്ച ഒരു കേവലമായ സാധാരണ മരണം എന്ന രീതിയിൽ അദ്ദേഹം അവതരിപ്പിക്കുന്നത്. പിന്നീട് മാധ്യമങ്ങളെല്ലാം തന്നെ ഒരുമിച്ച് കണ്ട സമയത്തും ഇതേ പ്രതികരണമാണ് സുജിത് ദാസ് ആവർത്തിക്കുന്നത്. തീർച്ചയായും ഈ ഒരു സംഭവത്തിലെ ദുരൂഹതകൾ മറച്ചുവെക്കുന്നതിന് വേണ്ടി കൃത്യമായ ഒരു പ്ലാനിംഗ് ആ ഒരു ഘട്ടത്തിൽ നടന്നു എന്നുള്ളതാണ്. പിന്നീട് ഈ ഒരു സംഭവം ഇന്നിപ്പോൾ അറസ്റ്റ് ഉണ്ടായ ഘട്ടത്തിൽ ഉൾപ്പെടെ പോലീസുമായി ബന്ധപ്പെട്ട ചില സോഴ്സുകൾ നമുക്ക് ലഭിക്കുന്ന വിവരം CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ലഭിക്കാതിരിക്കുന്നതിന് വേണ്ടി ഇവയൊക്കെ തന്നെ നശിപ്പിച്ചിരുന്നു എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ ഒരു വിവരം തന്നെയാണ്. കാരണം മലപ്പുറം ജില്ലയിലെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലെയും ആ CCTV ദൃശ്യങ്ങൾ SP സുജിത് ദാസിന്റെ നിർദ്ദേശപ്രകാരം മാറ്റിയിരുന്നു. അത് റീസൈക്കിൾ ബിന്നിലേക്ക് മാറ്റിയിരുന്നു. അത് ഇത്തരത്തിൽ ഹാർഡ് ഡിസ്ക് പൂർത്തിയായതുകൊണ്ടാണെന്ന ഒരു അത്തരത്തിലുള്ളൊരു ഓപ്ഷനായിരുന്നു ഇത് അന്വേഷണത്തിന്റെ ഭാഗമായി എത്തിയ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ അതത് പോലീസ് സ്റ്റേഷൻ ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നത്. എന്നാൽ കൃത്യമായും SP സുജിത് ദാസിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു ഇവ ഓഗസ്റ്റ് 1-ാം തീയതി 10 മണിക്ക് ശേഷം ഈ ഒരു ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റ് നേതൃത്വത്തിൽ സംഭവിച്ചത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു പക്ഷേ അങ്ങനെയാണെങ്കിൽ അതിനിർണായകമായേക്കാവുന്ന ഒരു CCTV ദൃശ്യങ്ങൾ സുജിത് ദാസിന്റെ നേതൃത്വത്തിൽ നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട് എന്ന ഗുരുതരമായ ഒരു വിവരം ഈ ഒരു ഘട്ടത്തിൽ പുറത്തു പറയേണ്ടി വരും എന്നുള്ളത്. എന്തായാലും ആ നിലയിലുള്ള ഓപ്പറേഷനിലൂടെ ഇവ പൂർണ്ണമായും തിരിച്ചുവിടാനുള്ള ശ്രമങ്ങളായിരുന്നു മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയായിരുന്ന സുജിത് ദാസിന്റെയും താനൂർ DYSP ആയിരുന്ന ബെന്നിയുടെയും താനൂർ SHO ആയിരുന്ന ഉദ്യോഗസ്ഥരുടെ ഉൾപ്പെടെയുള്ള നേതൃത്വത്തിൽ അവിടെ നടന്നത് എന്നുള്ളത്. എന്നാൽ അവയൊക്കെ തന്നെ പൂർണ്ണമായും പൊളിച്ചെഴുതുന്ന അല്ലെങ്കിൽ പുറത്തു കൊണ്ടുവരുന്ന രീതിയിലുള്ള വിവരങ്ങൾ പിന്നീട് പുറത്തു വരുന്നു. ഓഗസ്റ്റ് 2-ാം തീയതി സഹോദരൻ ഹാരിസ് ജിഫ്രിയുടെ പ്രതികരണം നമ്മൾ എടുക്കുന്നുണ്ട്. ഇൻക്വസ്റ്റ് നടപടികളുടെ ആ ഒരു പശ്ചാത്തലത്തിൽ കുടുംബാംഗങ്ങളുടെ സാന്നിധ്യത്തിലായിരുന്നില്ല അവ നടത്തിയിരുന്നതെന്ന വെളിപ്പെടുത്തൽ അദ്ദേഹം നടത്തുന്നുണ്ട്. മരിച്ച താമർ ജിഫ്രിയുടെ ശരീരത്തിൽ മുറിവുകൾ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ ഭാഗങ്ങളിൽ വസ്ത്രങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ തന്നെ സംശയങ്ങളിലേക്ക് ചൂണ്ടുവിരൽ വെക്കുന്നുണ്ട്. കൂടാതെ SP പറഞ്ഞതുപോലെ മുൻപ് ലഹരി പദാർത്ഥം പിടികൂടിയതുമായി ബന്ധപ്പെട്ട കേസിന്റെ പശ്ചാത്തലം തന്റെ സഹോദരനായ താമർ ജിഫ്രിക്ക് ഉണ്ടായിരുന്നില്ല എന്ന് ഹാരിസ് ജിഫ്രി പറഞ്ഞു വെക്കുമ്പോൾ സ്വാഭാവികമായും ഈ ഒരു സംഭവത്തിൽ നിരവധി ദുരൂഹതകളുണ്ടെന്ന് നമ്മളും തിരിച്ചറിയുന്നുണ്ട്. പിന്നീട് പല ഘട്ടങ്ങളിലായി ഓരോ വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ഈ മരിച്ച താമർ ജിഫ്രിയെ കസ്റ്റഡിയിലെടുത്തത് താനൂരിൽ നിന്നല്ല ചേളാരിൽ നിന്നാണ് തെളിയിക്കുന്ന സൈനുദ്ദീൻ, കെട്ടിടമായ സൈനുദ്ദീന്റെ വെളിപ്പെടുത്തൽ ഉൾപ്പെടെ അതിൽ ഏറ്റവും ഒടുവിൽ സംഭവിച്ചതായിരുന്നു. അങ്ങനെയാണ് CBIയിലേക്കും അന്വേഷണം എത്തുന്നത്. എന്തായാലും ഈ ഒരു 4 പ്രതികളുടെ അറസ്റ്റിലേക്ക് എത്തുമ്പോൾ കുടുംബം പ്രതീക്ഷിക്കുന്നത് പോലെ തന്നെ ആദ്യഘട്ടം മുതൽ ഈ ഒരു വാർത്തയോടൊപ്പമുള്ള വാർത്താ സംഘം എന്ന നിലയിൽ മലപ്പുറം ബ്യൂറോയും ഇതിലെ ഉന്നതരുടെ പങ്കിനെ കുറിച്ചുള്ള ഒരു അന്വേഷണത്തിലേക്കും CBI സംഘം എത്തുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണുള്ളത്. താങ്ക് യു മുബഷീർ, താങ്ക് യു TV പ്രസാദ്, അഷ്കർ അലി കരിമ്പ. സുജയ പർവതി, ഈ കേസിലെ നിർണായകമായ ഒരു ഘട്ടത്തിലാണ് റിപ്പോർട്ടർ TVയുടെ ഇടപെടൽ വരുന്നത്. ഈ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിട്ടുവെങ്കിലും ആ ക്രൈംബ്രാഞ്ചിന് മേൽ സമ്മർദ്ദമുണ്ട് എന്ന വിവരമടക്കം റിപ്പോർട്ടർ TVയാണ് പുറത്തെത്തിക്കുന്നത്. SP-യുടെ, DYSP-യുടെ, CIയുടെ 3 ഉന്നത ഉദ്യോഗസ്ഥരുടെയും പങ്ക് റിപ്പോർട്ടർ വെളിപ്പെടുത്തുന്നതോടുകൂടി CBIയിലേക്ക് വിടാതിരിക്കാൻ സർക്കാരിന് കഴിയില്ലായിരുന്നു. 10-ാം തീയതി, ഓഗസ്റ്റ് 10-ാം തീയതി CBIക്ക് വിട്ടുകൊണ്ടുള്ള തീരുമാനമാവുന്നു. ഇപ്പോൾ ഇതാ 4 പേർ അറസ്റ്റിലാവുന്നു. ഈ സംഭവം ഉണ്ടായതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ, അതായത് 31-ന് കസ്റ്റഡിയിലെടുത്ത താമർ ജിഫ്രി 1-ാം തീയതി പുലർച്ചെയാണ് മരിക്കുന്നത്. അപ്പോൾ ഈ അജ്നോറ ആശുപത്രിയിൽ നിന്നുള്ള ഒരു ദൃശ്യം, അതായത് ഒരു കസ്റ്റഡിയിലെടുത്ത ഒരാൾ മരിച്ചു എന്നൊരു വാർത്തയായിട്ടാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. അതിന് പിന്നാലെയുള്ള മുബഷിർ പി അക്ബറിൻ്റെ ഒരു യാത്ര, അത് അടുത്ത ഘട്ടത്തിലേക്ക് പോകുന്നു. അഷ്കർ ഏറ്റെടുക്കുന്നു. അങ്ങനെ ഓരോ തലത്തിലും പുതിയ പുതിയ സംഭവ വികാസങ്ങൾ വരുന്നതാണ് നമ്മൾ ഈ വാർത്തയിൽ കഴിഞ്ഞ 9 മാസക്കാലവും കണ്ടുകൊണ്ടിരുന്നത്. അതിൽ സെപ്റ്റംബർ 15-ന് ശേഷം ഒരു മേജർ ടേൺ ഉണ്ടായത് ഇന്നാണ് എന്നതും എടുത്തു പറയേണ്ടതുണ്ട്. കാരണം CBIക്ക് കൈമാറുന്നു, അതിനുശേഷം CBIയുടെ അന്വേഷണം പോകുമ്പോഴും അറസ്റ്റിലേക്ക് എത്തുന്നത് ഇന്ന് മാത്രമാണ്. അങ്ങനെ ഒരു കാര്യം കൂടി ഇതിനകത്തുണ്ട്. ഇതിലിപ്പോൾ പ്രതികൾക്കെതിരെ അന്വേഷണ സംഘം, ഈ 4 CPOമാർ, അവർക്കെതിരെ കൊലക്കുറ്റം ചുമത്തിയിട്ടുണ്ട്. അന്യായമായി തടങ്കലിൽ വെക്കുക, ഭയപ്പെടുത്തി കുറ്റം സമ്മതിക്കുന്നതിന് വേണ്ടി തടഞ്ഞു വെക്കുക. അപ്പോൾ ഈ ഭയപ്പെടുത്തി കുറ്റം സമ്മതിക്കുന്നതിന് വേണ്ടി തടഞ്ഞു വെച്ചത് ആരുടെ നിർദ്ദേശപ്രകാരമാണ് എന്നതിലേക്കാണ് അന്വേഷണം യഥാർത്ഥത്തിൽ പോകേണ്ടത്. അല്ലാതെ ഈ ഡാൻസ് ഓഫ് സംഘത്തിന് അവരുടെ സ്വന്തം താല്പര്യപ്രകാരം ഭയപ്പെടുത്തി അന്യായമായി ഈ കുറ്റം സമ്മതിക്കുന്നതിന് വേണ്ടി ഇത്രയും ഡിഫറെൻറ്റ് പോയിന്റുകളിലൂടെ കൊണ്ടുപോയി 3 സ്റ്റേഷൻ പരിധിയും കടന്ന് താനൂരിൽ കൊണ്ടുവന്ന് ഈ ദേവദാർ പാലത്തിൽ കൊണ്ടുവന്ന് തൊണ്ടി ശേഖരിക്കൽ, അങ്ങനെയുള്ള ഒരു വിശ്വസിക്കാൻ കഴിയാത്ത ഒരു തിരക്കഥയിലേക്ക് പോയതാണ് ഇതിൽ പറ്റിയ തെറ്റെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. അതിലിപ്പോൾ ഞാൻ കരുതുന്നില്ല ഈ ജിനേഷും ആൽബിൻ അഗസ്റ്റിനും അഭിമന്യുവും വിപിനും മാത്രമാണ്, അല്ലെങ്കിൽ ഈ ഡാൻസ് ഓഫ് സംഘത്തിലെ ആളുകൾ 8 പേർ മാത്രമാണ് ഇക്കാര്യങ്ങളെല്ലാം അവരുടെ സ്വന്തം താല്പര്യത്തിൽ ചെയ്തു എന്നൊന്നും ഞാൻ കരുതുന്നില്ല. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ആളുകൾ
ആളുകൾ. അതിപ്പോൾ താനൂരിലെ ഡിവൈഎസ്പി ഇപ്പോൾ ഈ നോക്കൂ, ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരുപാട് പേരെ ചുമതലകളിൽ നിന്ന് മാറ്റി. പക്ഷേ താനൂരിലെ ഡിവൈഎസ്പി വി ബെന്നി അവിടെ ആരും തൊടാതെ അവിടെ അങ്ങ് ഇരിക്കുകയാണ്. എന്തുകൊണ്ടാണ് വി ബെന്നിക്ക് ഒരു മാറ്റം ഉണ്ടാകാത്തത് എന്നതും ഈ കേസിൽ ആരോപണ വിധേയനായി ഈ ഹാരിസ് ജിഫ്രി തന്നെ പലതവണ റിപ്പോർട്ടറിലൂടെ തന്നെ, നമ്മൾ പറയുന്നതല്ല, താമർ ജിഫ്രിയുടെ സഹോദരൻ തന്നെ എനിക്ക് സംശയമുണ്ട് ഇതിലെ ഇടപെടൽ, ഈ മൊഴി ഷേപ്പ് ചെയ്യാനൊക്കെ പറഞ്ഞു പഠിപ്പിക്കുന്നത് എന്തിനാണ് കൃഷ്ണലാലിനെ, വി ബെന്നി എന്തിനാണ് അങ്ങനെ ഒരു ഫോൺ കോൾ ചെയ്യുന്നത്? അങ്ങനെ വി ബെന്നി എന്നുള്ള പേര്, എനിക്ക് വി ബെന്നി അറിയില്ല കേട്ടോ, പലതവണ വി ബെന്നിയുടെ പേര് ഇങ്ങനെ കേട്ടിട്ടും ഒരു മാറ്റവും ആ ചുമതലയിൽ നിന്നുണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പ് കാലത്തും താനൂർ ഡിവൈഎസ്പി ആയി വി ബെന്നി തുടരുമ്പോൾ കൃത്യമായ ഒരു സംരക്ഷണം കിട്ടുന്നുണ്ടോ എന്ന ചോദ്യം അവിടെ നിൽക്കുകയാണ്. അതിലേക്ക് CBIയുടെ അന്വേഷണം പോകുമെന്ന പ്രതീക്ഷയിലാണ് എന്തായാലും താമർ ജിഫ്രിയുടെ സഹോദരനായ ഹാരിസ് ജിഫ്രി ഇരിക്കുന്നത്. ഇപ്പോൾ ഇന്നത്തെ ഈ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ഇനിയിപ്പോൾ കസ്റ്റഡിയിൽ അവരെ വാങ്ങി ചോദ്യം ചെയ്ത് കൂടുതൽ വിവരങ്ങളൊക്കെ ശേഖരിക്കണം. CBIയുടെ അന്വേഷണം ശരിയായ ദിശയിലാണ് പോകുന്നതെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം നമ്മുടെ റിപ്പോർട്ടേഴ്സ് കണ്ടെത്തിയ കാര്യങ്ങൾ അതൊക്കെ ശരിവെക്കുന്ന രീതിയിലാണ് ഓരോ കണ്ടെത്തലുകളും വരുന്നത്. മാത്രമല്ല, ഡോക്ടർ ഹിതേഷ് ശങ്കറിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്ന മുറിവുകൾ സംഭവിച്ചത് ഈ അന്യായമായി തടങ്കലിൽ വെക്കുന്ന, ഇപ്പോൾ ഈ ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങളിൽ ഈ ഭയപ്പെടുത്തി കുറ്റം സമ്മതിക്കുന്നതിന് വേണ്ടി തടഞ്ഞു വെച്ചുകൊണ്ടുള്ള മർദ്ദനം, ആ മർദ്ദനം നടന്നിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്ന ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വളരെ ക്ലീനായി ഫ്രണ്ടിലുണ്ട്. അപ്പോൾ ഇത്രയും ഉപദ്രവിക്കുന്നതിന് 12 പേരെ കസ്റ്റഡിയിൽ എടുക്കുന്നു, 7 പേരെ അന്ന് വൈകിട്ട് തന്നെ വിട്ടയക്കുന്നു. ബാക്കിയുള്ള 5 പേരിൽ താമർ ജിഫ്രിയെ മാത്രം ഇത്രയധികം മർദ്ദിച്ച് തല്ലിക്കൊന്നത് എന്തിനാണ്? ഇങ്ങനെയുള്ള ഇടിമുറി കേരളത്തിൽ ഇനി വേണോ എന്നുള്ള ഒരു വലിയ ലാർജർ പെർസ്പെക്റ്റീവിലെ ഒരു ഉത്തരമാണ് കിട്ടേണ്ടത്. അപ്പോൾ ഈ മയക്കുമരുന്ന് കയ്യിൽ വെച്ചു, MDMA കയ്യിൽ വെച്ചുകൊണ്ട് പിടിച്ച ഒരു പ്രതിയാണെങ്കിൽ പോലും അയാൾക്ക് നിയമം അനുശാസിക്കുന്ന ശിക്ഷയിലേക്കാണ് എത്തിക്കേണ്ടത്. അല്ലാതെ ഒരു ഇടിമുറിയിൽ കൊണ്ടിട്ട് ഇടിച്ച് പരിപ്പെടുത്ത് അല്ലെങ്കിൽ കൊല്ലുന്ന രീതിയിലേക്ക് പോയത് ശരിയാണ് എന്ന് മലയാളിക്ക് ഒരിക്കലും സമ്മതിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അതിലൂടെയാണ് നമ്മുടെ യാത്ര പോയത്. ആ വാർത്താ യാത്ര ഇപ്പോൾ CBIയുടെ അന്വേഷണത്തിലൂടെ അതിലെ പല കാര്യങ്ങളും, നമ്മുടെ റിപ്പോർട്ടേഴ്സ് കണ്ടെത്തിയ പല കാര്യങ്ങളും ഇപ്പോൾ CBIയുടെ അന്വേഷണത്തിലൂടെ അത് തെളിയിക്കപ്പെടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതിൽ ഒരു മാധ്യമ സ്ഥാപനത്തിന്റെ ഭാഗമെന്ന നിലയിൽ എനിക്ക് സന്തോഷമുണ്ട്. സത്യം തെളിയുന്നു. അതെ. ഓക്കെ, MV നികേഷ് കുമാർ, നമ്മൾ ചാനൽ ലോഞ്ച് ചെയ്ത് ഒരു മാസത്തിനുള്ളിലാണ് നമ്മൾ ഈ വിഷയം ഏറ്റെടുക്കുന്നത്. ഓഗസ്റ്റ് 1-ാം തീയതി മുബഷീർ ഈ ഡെഡ് ബോഡി കാണുമ്പോൾ മുബഷീർ സംശയം അവിടെ ഉണ്ടാവുന്നു. കസ്റ്റഡിയിലെടുത്തയാൾ മണിക്കൂറുകൾക്കുള്ളിൽ കുഴഞ്ഞു വീണ് മരിക്കുന്നത് എങ്ങനെയാണ്? ആ ചോദ്യത്തിൽ നിന്നാണ് ഒടുവിൽ ഇപ്പോൾ 4 CPOമാരുടെ അറസ്റ്റിലേക്ക് അന്വേഷണം എത്തിയിരിക്കുന്നത്. ഒരു അന്വേഷണാത്മക മാധ്യമ പ്രവർത്തനത്തിൻ്റെ ഏറ്റവും നല്ല തെളിവാണ് എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ മുബഷീറിനെയും അഷ്കറിനെയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കാനും ആഗ്രഹിക്കുന്നു. അതോടൊപ്പം പങ്കുചേർന്ന TV പ്രസാദിനും അഭിനന്ദനം അർഹിക്കുന്നയാൾ. നമുക്ക് അവിടെ നേരത്തെ ഡോക്ടർ അരുൺ ചൂണ്ടിക്കാണിച്ച പോലെ, സുജയ പാർവതി ചൂണ്ടിക്കാണിച്ചതുപോലെ, ഇതിനകത്ത് തുടക്കത്തിൽ തന്നെ ചേരാത്ത കണ്ണികളുണ്ട്. ആ ചേരാത്ത കണ്ണികൾ എന്തുകൊണ്ടത് ചേരാതെ നിൽക്കുന്നു എന്നുള്ള നമ്മുടെ റിപ്പോർട്ടർമാരുടെ അന്വേഷണമാണ് യഥാർത്ഥത്തിൽ CBI ഇന്ന് സുപ്രധാനമായിട്ടുള്ള ഒരു ഘട്ടത്തിലേക്ക് അവരെത്തിച്ചിട്ടുള്ളത്. നേരത്തെ ക്രൈംബ്രാഞ്ച് സ്വാഭാവികമായിട്ടും ഏതെങ്കിലും ഒരു അന്വേഷണ ഏജൻസിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ കുറ്റം കൊണ്ട് സംഭവിച്ചു പോകുന്ന ഇത്തരം കൊലപാതകങ്ങൾ പിന്നീട് കണ്ടുപിടിക്കപ്പെടില്ല എന്നുള്ളതിൻ്റെ സാധൂകരണമാണല്ലോ ആ അന്വേഷണ ഏജൻസി ആ കാര്യം അന്വേഷിക്കേണ്ടതില്ല എന്ന സംസ്ഥാന സർക്കാരിൻ്റെ തീരുമാനം. ഇവിടെ മുബഷീറും അഷ്കറും ആദ്യം കണ്ടെത്തിയിട്ടുള്ള ഒരു വൈരുദ്ധ്യം എന്ന് പറയുന്നത്, ഈ ഇദ്ദേഹത്തെ പിടിച്ചത് ചേളാരിയിൽ നിന്നാണ്, താനൂരിൽ നിന്നല്ല ചേളാരിയിൽ നിന്നാണ്. എന്തിനാണ് പോലീസ് ഇത്തരത്തിൽ സ്ക്രിപ്റ്റ് തയ്യാറാക്കുന്നത് എന്നുള്ളതാണ്. നോക്കൂ, ഈ ഒരു നമുക്കൊന്നും ഈ മയക്കുമരുന്ന് സംഘത്തെ കണ്ടുപിടിക്കാനുള്ള ഈ ഡാൻസ് ഓഫ് സംഘത്തിനൊന്നും യാതൊരു എതിർപ്പുമില്ല. അതിശക്തമായി തന്നെ മയക്കുമരുന്നിനെതിരായിട്ടുള്ള പോരാട്ടം ഉണ്ടാകേണ്ടത് എന്നുള്ളതാണ്. ഞാൻ വളരെ ചുരുക്കി പറയാം. ഇതിനകത്ത് സംഭവിക്കാൻ പാടില്ലാത്ത ഒരു കാര്യം എന്ന് പറയുന്നത് മൊത്തം ഈ കേസ് ഒരു സ്ക്രിപ്റ്റായിരുന്നു എന്നുള്ളതാണ്. ഒരു പ്രതിയെ ഇന്ന സ്ഥലത്ത് വെച്ചാണ് പിടിച്ചത്, അയാൾ കുഴഞ്ഞു വീണ് മരിക്കുകയാണ് എങ്കിൽ അയാൾ പിടിച്ചു, ഞങ്ങൾ അയാളെ തെളിവെടുപ്പിന് കൊണ്ടുപോവുകയോ അല്ലെങ്കിൽ ഞങ്ങളുടെ കസ്റ്റഡിയിൽ ഇരിക്കുമ്പോഴോ കുഴഞ്ഞു വീണ് മരിച്ചു എന്ന് പറയുന്നതിന് പകരം ആ സ്ഥലം തന്നെ അങ്ങ് മാറ്റി പറയുക എന്നുള്ളതാണ്. ഒടുവിൽ നമ്മൾ പുറത്തു കൊണ്ടുവന്നിരിക്കുന്ന തെളിവുകൾ എന്താണ്? സാക്ഷിമൊഴികളും അതുപോലെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് CCTV ദൃശ്യങ്ങൾ മാത്രമല്ല, ഈ പല ടെലിഫോൺ സംഭാഷണങ്ങളും നമ്മൾ പുറത്തു കൊണ്ടുവന്നല്ലോ. അതിനകത്ത് ഈ ഡിവൈഎസ്പി വി ബെന്നി ചെയ്യുന്നത് എന്താണ്? എല്ലാവരോടും ഒളിവിൽ പോകാൻ പറയുകയാണ്. ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ, അതിന് നേതൃത്വം നൽകേണ്ട ആൾ പറയാണ് നിങ്ങളെല്ലാവരും ഒളിവിൽ പോകുമെന്ന് പറയും. മൊഴി ഷേപ്പ് ചെയ്യാൻ വേണ്ടി അഭിഭാഷകന്റെ മുമ്പിലേക്ക് വരിക എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്തൊക്കെ തന്നെയും ശരിയായ പ്രതികളെ പിടിക്കില്ല എന്നും മാത്രമല്ല, ആ പ്രതികൾക്ക് നിർദ്ദേശം നൽകിയവരിലേക്ക് ഈ കേസ് എത്താതിരിക്കാൻ വേണ്ടി കൃത്യമായ രീതിയിൽ ഉന്നത തലത്തിൽ ഗൂഢാലോചന നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അവിടെയാണ് CBIയുടെ റോള് വളരെ പ്രധാനപ്പെട്ടതാകുന്നത്. അതിലേക്കാണ് യഥാർത്ഥത്തിൽ മുബഷീറും അഷ്കറും ഈ കേസിനെ എത്തിച്ചിരിക്കുന്നത്. താനൂരിലെ തമീർ ജഫ്രി കസ്റ്റഡി മരണ കേസിൽ സത്യം തെളിയുന്നുണ്ടോ എന്നതാണ് ചോദ്യം.
3 പ്രധാനപ്പെട്ട പൊരുത്തക്കേടുകൾ ഇപ്പോഴും ഉത്തരം കിട്ടാതെ അവശേഷിക്കുന്നുണ്ട്. ഒന്ന്, 2023 ഓഗസ്റ്റ് മാസം 1-ാം തീയതി, അതിന് തൊട്ട് തലേന്ന് രാത്രിയിൽ, അതായത് ജൂലൈ 31-ന് ചേളാരിയിൽ നിന്ന് പിടിച്ചിട്ടും 3 പോലീസ് സ്റ്റേഷൻ്റെ അതിർത്തി കടന്ന് തിരൂരങ്ങാടി, പരപ്പരങ്ങാടി, കൂടാതെ പരപ്പരങ്ങാടി, തേഞ്ഞിപ്പലം, ഈ 3 പോലീസ് സ്റ്റേഷനുകളുടെയും അതിർത്തികൾ കടന്ന് താനൂരിലേക്ക് 17 കിലോമീറ്റർ അകലെ എന്തിനാണ് ദേവധർ പാലത്തിന് കീഴിലേക്ക് ഈ തമീർ ജഫ്രിയെയും സംഘത്തെയും കൊണ്ടുപോയത്? ആരുടെ നിർദ്ദേശപ്രകാരമാണ്? ഇതിനുത്തരം കിട്ടിയിട്ടില്ല. കാരണം എസ് പിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിന് കീഴിൽ പ്രവർത്തിക്കുന്നതാണ് ഈ ഡാൻസ് ഓഫ് ഫോഴ്സ്. എസ് പിയുടെ പെറ്റ് ഫോഴ്സാണ് എന്നാണ് അവിടെയുള്ള പരക്ക സംസാരം. എസ് പി എസ് സുജിത് ദാസിൻ്റെ നേരിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഡാൻസിൽപ്പെട്ട ഉദ്യോഗസ്ഥര് എസ് പിയുടെയോ DYSPയുടെയോ CIയുടെയോ നിർദ്ദേശമില്ലാതെ 3 പോലീസ് സ്റ്റേഷൻ്റെ അതിർത്തികൾ കടന്ന് തമീർ ജഫ്രിയെ താനൂരിലേക്ക് കടത്തിക്കൊണ്ടുപോകുമോ? ചോദ്യം നമ്പർ 1. ചോദ്യം നമ്പർ 2, ഇതിലേറ്റവും നിർണായകമായ ഒരു വിവരം എന്ന് പറയുന്നത്, താനൂരിലെ ക്വാർട്ടേഴ്സിൽ വെച്ച് ഈ തമീർ ജഫ്രിയെ ക്രൂരമായി മർദ്ദിച്ചിരുന്നുവെന്നാണ്. ഒരു രാത്രി മുഴുവൻ മർദ്ദിച്ച് 12 മണി കഴിഞ്ഞ് ഇയാളെ താനൂർ പോലീസിനെ കൈമാറുന്നതുവരെ അതിക്രൂരമായ പീഡനം നേരിട്ടിരുന്നുവെന്നാണ്. താനൂർ പോലീസ് സ്റ്റേഷനിലേക്ക് പോലും കൊണ്ടുപോകാതെ താനൂരിലെ ക്വാർട്ടേഴ്സിലേക്ക് കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ചതും ഡാൻസ് എഫിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ അറിവില്ലാതെയായിരുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 2. ക്വസ്റ്റ്യൻ നമ്പർ 3, ഈ നിർണായകമായൊരു ഘട്ടം എത്തുമ്പോൾ തമീർ ജഫ്രി പറയുന്ന ചില പേരുകളുണ്ട്. ആ പേര് പറയുന്ന സമയത്തെല്ലാം ഈ ഡാൻസ് എഫിലെ 4 CP ഉദ്യോഗസ്ഥരും വളരെ ക്രൂരമായി തമീർ ജഫ്രിയെ മർദ്ദിച്ചിരുന്നുവെന്നാണ്. അഥവാ തമീർ ജഫ്രിയുടെ നാവിൽ നിന്ന് ഒരു പേര് വരുന്നതിനെ ഡാൻസ് എഫിലെ അംഗങ്ങൾ ഭയന്നിരുന്നോ? ഏതെങ്കിലും തരത്തിൽ അവിടെ നർക്കോട്ടിക് ബിസിനസ്സുമായി ഒരു ഒത്തുതീർപ്പ് നടത്തിയിരുന്നവരായിരുന്നോ ഡാൻസ് എഫിലെ ഒരു കൂട്ടം ഉദ്യോഗസ്ഥർ? ആ ഉന്നതന്റെ പേര് പുറത്തു വരും എന്നുള്ള ഭയം കൊണ്ടാണോ ഡാൻസ് എഫിലെ ഉദ്യോഗസ്ഥർ അതിക്രൂരമായി തമീർ ജഫ്രിയെ മാത്രം മർദ്ദിക്കുന്നത്? ഓർമ്മിക്കണം, തമീർ ജഫ്രിയോടൊപ്പം പിടികൂടിയ ബാക്കിയുള്ള 12 പേരിൽ 11 പേരെയും മർദ്ദിക്കാതെ, അഥവാ അവരെ അതിക്രൂരമായി മർദ്ദിക്കാതെ തമീർ ജഫ്രിയെ മാത്രം തെരഞ്ഞുപിടിച്ച പേര് പറയുമ്പോഴെല്ലാം മർദ്ദിച്ചത് എന്തുകൊണ്ടാണ്? ക്വസ്റ്റ്യൻ നമ്പർ 3 ആൻഡ് ക്വസ്റ്റ്യൻ നമ്പർ 4. SP സുജിത് ദാസ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞങ്ങളുടെ മുബിഷീർ അടക്കമുള്ള മാധ്യമപ്രവർത്തകരോട് ഓഗസ്റ്റ് മാസം 1-ാം തീയതി തന്നെ പറയുന്നുണ്ട്. ഇതൊരു നർക്കോട്ടിക് കേസാണ്, ഇതിൽ മർദ്ദനമില്ല, ഇത് മറ്റു വിഷയങ്ങളൊന്നും തന്നെയില്ല, ഇതൊരു സ്വാഭാവിക മരണമാണ് എന്ന് മാധ്യമപ്രവർത്തകരെ വിശ്വസിപ്പിക്കാൻ SP സുജിത് ദാസും സംഘവും കാണിച്ച അമിതാവേശം അതെന്തിനായിരുന്നു? നേരത്തെ MV നികേഷ് കുമാറും സുജിയും സൂചിപ്പിച്ചതുപോലെ DYSP VV ബെന്നി എന്തിനാണ് കൃഷ്ണലാൽ എന്ന SHOയോട് മൊഴി ഷേപ്പ് ചെയ്യണമെന്നും നിങ്ങൾ ക്രൈംബ്രാഞ്ചിന് നേരിട്ട് പോയി തെളിവ് നൽകേണ്ട ില്ല എന്നും പറഞ്ഞത് എന്തിനായിരുന്നു? ക്വസ്റ്റ്യൻ നമ്പർ 5. ഈ 3 ചോദ്യങ്ങൾ മുതൽ 5 ചോദ്യങ്ങൾ വളരെ നിർണായകമാണ്. അവിടേക്ക് ഇനി CBI അന്വേഷണം പോകേണ്ടതുണ്ട്. എങ്കിൽ മാത്രമാണ് സത്യം തെളിയുക. ഒരു കാര്യം കൂടി ഞാൻ പറയാം പ്രിയപ്പെട്ട പ്രേക്ഷകരെ. ജോർജ് ഫ്ലോയിഡിൻ്റെ മരണം ലോകമൊന്നാകെ ചർച്ച ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് പഠിച്ച വൈസ് മീഡിയ എന്ന് പറയുന്ന ഒരു അമേരിക്കൻ ന്യൂസ് പേപ്പർ കേരളത്തിലെ കസ്റ്റഡി മരണങ്ങൾ കൂടി പരാമർശിച്ചു പോകുന്നുണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ 6 വർഷത്തിനുള്ളിൽ 14 കസ്റ്റഡി മരണങ്ങളാണ് കേരളത്തിൽ നടന്നിരിക്കുന്നത്. നെടുങ്കണ്ടത്തെ രാജ്കുമാറിൻ്റെതടക്കം വരാപ്പുഴയിലെ ശ്രീജിത്തിൻ്റെതടക്കമുള്ള കസ്റ്റഡി മരണങ്ങൾ നടന്നിട്ടുണ്ട് നമ്മുടെ സംസ്ഥാനത്ത്. ആ കസ്റ്റഡി മരണങ്ങളിൽ ആദ്യഘട്ട അന്വേഷണം പൂർണ്ണമായും ലോക്കൽ പോലീസ് എഴുതിത്തള്ളുകയോ ഈ കുറ്റവാളികളായ പോലീസ് ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്നതിനോ ആണ് നിലപാടെടുത്തത്. ഇവിടെയും സമാനമായ നിലപാടെടുക്കുന്നു. ക്രൈംബ്രാഞ്ചിൻ്റെ മേൽ സമ്മർദ്ദമുണ്ടാവുന്നു. 1-ാം തീയതി നടന്ന കുറ്റകൃത്യം 10-ാം തീയതിയാണ്, ഓഗസ്റ്റ് മാസം 10-ാം തീയതിയാണ് CBIക്ക് വിടുന്നത്. പക്ഷേ 10-ാം തീയതി CBI അന്വേഷണം ഏറ്റെടുത്തിട്ടും ഫയലുകൾ കൈമാറുന്നതാവട്ടെ സെപ്റ്റംബർ മാസം 9-ാം തീയതിയാണ്. ഈ ദൈർഘ്യം എന്ന് പറയുന്നത് തെളിവുകൾ തേച്ചുമായ്ച്ചു കളയാനായിരുന്നു. തീർച്ചയായും മുബഷീറും അഷ്കറും ഒപ്പം തന്നെ TV പ്രസാദും പുറത്തു കൊണ്ടുവന്ന തെളിവുകൾ CBIക്ക് വലിയ പിടിവള്ളികളായിത്തീർന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് 4 CPOമാരെ പിടിച്ചിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ പ്രധാനപ്പെട്ട ചോദ്യം അതിനു മുകളിലുള്ള CI ജീവൻ ജോർജ്, DYSP VV ബെന്നി, SP സുജിത് ദാസ്, ഇവരിലേക്ക് അന്വേഷണം എത്തുമോ എന്ന ചോദ്യമാണ് ഇനി ബാക്കി നിൽക്കുന്നത്. ഇവിടെ അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, IPS ലോബിയുടെ ശക്തമായ സമ്മർദ്ദം ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണത്തിന്മേൽ ഉണ്ടായിരുന്നുവെന്ന് തമീർ ജഫ്രിയുടെ സഹോദരൻ തന്നെ പറയുമ്പോൾ എത്രമാത്രം സ്വാധീനശേഷിയുള്ളവരാണ് മറുഭാഗത്തു നിന്നുള്ളത് വളരെ പ്രസക്തമാണ്. സത്യം തെളിയുന്നോ എന്ന് ചോദിച്ചാൽ സത്യം തെളിയുന്നതിൻ്റെ സൂചനയാണ് ഇന്നത്തെ 4 CPOമാരുടെയും അറസ്റ്റ് എന്നാണ് എൻ്റെ ടേക്ക്. ഉണ്ണിബാലകൃഷ്ണൻ, വളരെ സ്വാഭാവികമായ ഒരു മരണം എന്ന് ചിത്രീകരിക്കപ്പെട്ട ഒരു സംഭവത്തിൽ ഒരു അസ്വാഭാവികതയുണ്ട് എന്ന സംശയം തോന്നുകയും അതിൻ്റെ പിന്നാലെ കണ്ണിമ ചിമ്മാതെ യാത്ര ചെയ്യുകയും ഒടുവിൽ അതിൻ്റെ സത്യം കണ്ടെത്തുകയും
അതിലെ അനീതി പുറത്തു കൊണ്ടുവരികയും ചെയ്ത 3 റിപ്പോർട്ടർമാരെ ആദ്യം തന്നെ ഞാൻ അഭിനന്ദിക്കുന്നു. TV പ്രസാദിനും അതുപോലെ തന്നെ അഷ്കറിനും മുബഷീറിനും എല്ലാ അഭിനന്ദനങ്ങളും. അതിനോടൊപ്പം തന്നെ അഭിനന്ദിക്കേണ്ട ആളുകളെന്ന് ഞാൻ കരുതുന്ന 2 പേര് കൂടിയുണ്ട്. അത് നിശ്ചയമായും നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ SHO ആയ കൃഷ്ണലാൽ. ഒരു സംവിധാനത്തിനകത്തു നിന്ന് തന്നെ ആ രാത്രിയിൽ എന്താണ് സംഭവിച്ചത് എന്ന് ഈ ലോകത്തോട് വിളിച്ചു പറയാൻ ധൈര്യം കാണിച്ച കൃഷ്ണലാലിൻ്റെ അഭിമുഖമാണ് യഥാർത്ഥത്തിൽ ഈ കേസിൻ്റെ വഴിത്തിരിവ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാമല്ലോ, നക്സൽ വർഗീസിനെ കൊന്നതിന് ശേഷം എത്രയോ കാലത്തിന് ശേഷമാണ് രാമേന്ദ്രൻ നായർ ആ വെളിപ്പെടുത്തൽ നടത്തുന്നത്. വർഗീസിനെ ഇങ്ങനെ പിടിച്ചു വെച്ചിട്ട് വെടിവെച്ച് കൊല്ലുകയായിരുന്നു, ആ വെടിവെച്ചത് ഞാനാണ് എന്ന് വിളിച്ചു പറയുമ്പോഴാണ് ആ നടന്ന വലിയൊരു അനീതി പുറത്തേക്ക് വരുന്നത്. അതൊരു സംവിധാനത്തിനകത്ത് നിന്നുണ്ടായ വെളിപ്പെടുത്തലാണ്, സമാനമായൊരു വെളിപ്പെടുത്തലാണ്. ഇതിന് വലിയ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങളൊന്നും ഉണ്ടാകില്ല എങ്കിൽ കൂടിയും ഒരു കസ്റ്റഡി മരണത്തിൽ ആ രാത്രിയിൽ സംഭവിച്ച കാര്യം ഈ ലോകത്തോട് പറയണം എന്നൊരാൾക്ക് തോന്നിയതുകൊണ്ട് ആ വെളിപ്പെടുത്തലുകൾ ഈ സംഭവത്തിൽ നടന്നിട്ടുള്ള എല്ലാ വസ്തുതകളെയും പുറത്തു കൊണ്ടുവന്നിരിക്കുന്നു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ ആൾ ആ പോലീസ് സർജനായിട്ടുള്ള ഡോക്ടർ ഹിതേഷ് ശങ്കറാണ്. ഹിതേഷ് ശങ്കർ എന്താണ് കണ്ടെത്തിയിരിക്കുന്നത്? മർദ്ദനം മൂലമാണ് ഈ മരണം എന്നാണ് അദ്ദേഹത്തിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഈ പറയുന്ന ലഹരി മരുന്ന് ഉള്ളിലുണ്ടായിരുന്നു എന്നുള്ളത് ശരിയാണ്, പക്ഷേ അതൊരു മരണകാരണമല്ല എന്നും നിശ്ചയമായും കടുത്ത മർദ്ദനത്തിനാണ് താമർ ജിഫ്രി വിധേയനായതെന്നും അതുകൊണ്ട് മർദ്ദനം മൂലമാണ് ഈ മരണം നടന്നിരിക്കുന്നതും ഒരു സർജൻ റിപ്പോർട്ട് ചെയ്യുകയാണ്. ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമാണ്, വലിയൊരു വഴിത്തിരിവല്ലേ. എന്തൊക്കെ സമ്മർദ്ദമാണ് ഈ ഡോക്ടർ ഹിതേഷ് ശങ്കർ ആ സമയത്ത് അനുഭവിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ആ 2 പേരെ കൂടെ നമ്മൾ ഈ സമയത്ത് അഭിനന്ദിക്കേണ്ടതുണ്ട്. ഇനി നിശ്ചയമായും ഈ പറയുന്ന സ്വാഭാവികമായും ഈ 4 പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ ഈ കാര്യത്തിനകത്ത് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അവർക്കെതിരെ വലിയ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. നമുക്കൊക്കെ അറിയാമല്ലോ, ഈ കസ്റ്റഡി മരണം തെളിയിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. ഒന്നാമത്തെ കാര്യം വെച്ചാൽ അത് പോലീസ് ഫോഴ്സ് തന്നെയാണല്ലോ അതിൻ്റെ മുഴുവൻ റിപ്പോർട്ടിങ്ങും നടത്തേണ്ടത്. അവിടെയൊക്കെ എല്ലാ തരത്തിലുള്ള സമ്മർദ്ദങ്ങളും താങ്കൾ നേരത്തെ സൂചിപ്പിച്ച പോലെ IPS ലോബിയുടെയൊക്കെ ഭയങ്കര സമ്മർദ്ദങ്ങളുണ്ടാവും. പലപ്പോഴും ഇത്തരം കസ്റ്റഡി മരണങ്ങളിൽ ശിക്ഷിക്കപ്പെടുന്നതോ ഒക്കെ വളരെ ചെറിയ ഓഫീസർമാരാണ്, താഴെ തട്ടിലുള്ള ആളുകളാണ് ശിക്ഷിക്കപ്പെടുക. ഭൂരിഭാഗം കേസുകളിൽ ആരും ശിക്ഷിക്കപ്പെടാറില്ല. അതിന് അത്തരം സൗകര്യങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടുള്ള റിപ്പോർട്ടിംഗ് ആയിരിക്കും പോലീസ് നടത്തുന്നുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് ഏതായാലും ഈ 4 പേരിൽ ഇത് അവസാനിക്കാതിരിക്കട്ടെ. കാരണം അവരല്ലല്ലോ യഥാർത്ഥത്തിൽ ഇതിലെ പ്രതികൾ. ഞാൻ അവരുടെ ഒരു ഇൻവോൾവ്മെൻറ്റിനെ കുറച്ച് കാണുകയല്ല, പക്ഷേ ഈ പറയുന്നത് അന്ന് രാമേന്ദ്രൻ നായർ ചോദിച്ച ഒരു ചോദ്യമുണ്ടല്ലോ, എറിഞ്ഞ മാങ്ങയാണോ ആ കൈയാണോ കുറ്റക്കാരെന്ന് ചോദിക്കുന്നത് പോലെ ഒരു കാര്യമാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. ഈ 4 പേർ ആ ഇടിമുറിയിൽ മർദ്ദനോപകരണങ്ങളായി ഉപയോഗിക്കപ്പെട്ടു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ആരുടെ നിർദ്ദേശപ്രകാരം, അതിനുശേഷം എന്തിനിത് മറച്ചു വെച്ചു, അങ്ങനെ മറച്ചു വെക്കുന്നത് വഴി ഒരു അനീതിക്ക് ചൂട്ടുകൊളുത്തുന്ന പ്രവർത്തനങ്ങളിൽ എന്തിന് ഏർപ്പെട്ടു, ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഈ കേസ് ബാക്കി വെക്കുന്നുണ്ട്. അങ്ങോട്ടേക്ക് കൂടി അന്വേഷണം പോവുകയും അതിലെ യഥാർത്ഥ ഈ പറയുന്ന ഗൂഢാലോചനക്കാരെ കണ്ടെത്തി ശിക്ഷിക്കുകയും ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ ഒരു ശരിയായ കൺക്ലൂഷനിലേക്ക് കേസ് എത്തുക. ഇതുവരെ നമുക്കത് വളരെ ശക്തമായി കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട്. റിപ്പോർട്ടർ TVയെ സംബന്ധിച്ചിടത്തോളവും അഭിമാനിക്കാവുന്ന ഒരു മാധ്യമ നിലയ്ക്ക് അഭിമാനിക്കാവുന്ന ഒരു ദിവസമാണ്. വളരെ കമ്മിറ്റഡ് ആയിട്ട് തന്നെ ഈ വാർത്തയുടെ പിന്നാലെ നിൽക്കുകയും യാതൊരു സമ്മർദ്ദങ്ങൾക്കും വഴിപ്പെടാതിരിക്കുകയും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. ആ അർത്ഥത്തിൽ ഇതൊരു വിജയത്തിൻ്റെ ദിവസമാണ്, ഒരു അനീതിയെ വെളിച്ചത്ത് കൊണ്ടുവന്ന ദിവസമാണ്, ആ അനീതിയിൽ ഇൻവോൾവ് ആയിട്ടുള്ള ആളുകളെ ശിക്ഷിച്ച ദിവസം കൂടിയാണ്. ഇനി ഇതിൻ്റെ ബാക്കി അധ്യായങ്ങളിലേക്ക് കൂടി റിപ്പോർട്ടർ TV സഞ്ചരിക്കും, ഈ റിപ്പോർട്ടർമാർ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമെന്ന കാര്യം എനിക്ക് ഉറപ്പാണ്. യഥാർത്ഥ പ്രതികളെ, ഈ ഗൂഢാലോചനക്കാരെ കൂടി വെളിച്ചത്ത് കൊണ്ടുവരുന്നതുവരെ അവിരാമം ഈ അന്വേഷണം തുടരേണ്ടതുണ്ട് എന്നുമാണ് എൻ്റെ അഭിപ്രായം. തീർച്ചയായും ഫൈറ്റ് ഫോർ ജസ്റ്റിസ് എന്ന ടാഗ്ലൈനോട് റിപ്പോർട്ടർ TV ഇനിയും തുടർന്നും കൂറ് പുലർത്തിക്കൊണ്ടേയിരിക്കും. സത്യം തെളിയുന്നുണ്ടോ എന്ന ചോദ്യത്തിന് 4 പേരും സത്യം തെളിയുന്നു എന്നാണ് അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. Meet the editors.